എല്ലാവർക്കും നമസ്കാരം. ജ്യോതിഷതന്ത്രം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ജ്യോതിഷ പണ്ഡിതൻ ശ്രീ ദേവപുരം രാജേന്ദ്രൻ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. സ്വാഗതം. നമസ്കാരം. ഇന്ന് വീണ്ടും ചില സംശയങ്ങളുമായി വന്നിരിക്കുകയാണ്. ക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊരു സംശയമുള്ളത്, ഈ ക്ഷേത്രങ്ങളിൽ പോവാതെ മഹത് ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങൾ, ദേവി മഹാത്മ്യങ്ങൾ അതെല്ലാം വീട്ടിലിരുന്ന് വായിച്ചുകൊണ്ട്, അതും പ്രത്യേകിച്ച് ശുദ്ധിയൊന്നുമില്ലാതെ ഇപ്പോൾ കുളിക്കാതെയൊക്കെ വീട്ടിലിരുന്ന് വായിക്കുന്ന ആൾക്കാരുണ്ട്. അവരോട് അമ്പലത്തിൽ പോകാൻ വിളിക്കുമ്പോൾ അവർ പലപ്പോഴും അതിന് തയ്യാറാവുന്നില്ല. ക്ഷേത്രത്തിലേക്ക് വേണ്ട, ഞങ്ങളിവിടെ ഇതുപോലുള്ള ശ്ലോകങ്ങളൊക്കെ ചൊല്ലിയിരിക്കുകയാണ്, അത് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അത് അവർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നു? പ്രയോജനം തീരുമാനിക്കേണ്ടത് അവരവർ തന്നെയാണ്. അതിൻ്റെ ഫലങ്ങൾ ഇതാണ് എനിക്കറിയുന്നതിനെ പറയാം. ഇപ്പോൾ ഒരു ബുക്കിൽ മന്ത്രമുണ്ട്. ഒരു ബുക്ക് കൊണ്ട് അമ്പലത്തിൽ വെച്ചാൽ അതിൻ്റെ ഫലം കിട്ടത്തില്ല. കാര്യം അത് മന്ത്രമാണ് മൊത്തം. എന്നാൽ അതേ മന്ത്രങ്ങൾ അവിടെ ഉച്ചരിക്കുമ്പോൾ മാത്രമേ മന്ത്രം നല്ല ഫലമുള്ളൂ. അതുപോലെ ഞാൻ കുളിക്കാൻ പറ്റുന്നില്ല, അവൻ്റെ അമ്പലത്തിൽ പോകുന്നത് ശരിയല്ല എന്ന് സ്വയം തോന്നിക്കുന്നെങ്കിൽ നല്ലതല്ലേ? അവിടെ പോയാലേ ഫലം കിട്ടൂ എന്ന് പറഞ്ഞാൽ രണ്ട് വിധത്തിലാണ് ഫലം. രാവിലെ മടിയില്ലാതെ മടിയുള്ളവരാണെങ്കിൽ നല്ലോണം കുളിച്ച് ശുദ്ധമായി, അപ്പോൾ ശരീരശുദ്ധി വരുമ്പോൾ തന്നെ മനഃശുദ്ധി 80%, ബാക്കി 20% മാത്രമേ അശുദ്ധിയുള്ളൂ. അപ്പോൾ ആ അശുദ്ധി മാറ്റാനും കൂടി നമ്മൾ കിട്ടും. അവിടെ പോകുമ്പോൾ 20% മാറും, അപ്പോൾ 100% കിട്ടും. അവിടത്തേത് കുറയുന്നത് ആ മന്ത്രം ചൊല്ലിയാൽ മാത്രമേ ഫലം കിട്ടൂ. ശബ്ദം പുറത്തു വരണം. അപ്പോൾ ഏതൊരു വീട്ടിലിരുന്നാലും വേറെ ആൾക്കാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ശബ്ദം മന്ത്രിച്ചിരുന്നാലും ശബ്ദം സ്ഫുടതയോട് വരില്ല. അതിൻ്റെ കാരണം അവരെ നോക്കി ഇവരെ നോക്കി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് മടി വന്ന് രീതി വന്ന് ഒരിക്കലും ചെയ്യാം. ഏകാഗ്രത. അതെ, ഏകാഗ്രത നഷ്ടപ്പെടും. ഒരമ്പലം, ആ അമ്പലം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഏകാഗ്രത കിട്ടും. നമ്മൾ ഒരു ബിന്ദുവിൽ തന്നെ മനസ്സിനെ കേന്ദ്രീകരിക്കുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ, അതാണ് ജ്ഞാനത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് ആ മന്ത്രത്തിൽ കിട്ടുന്ന ഭാഗം. താങ്കൾ നേരത്തെ പറഞ്ഞു ഒരു തിരക്കുള്ള ക്ഷേത്രത്തിനും തിരക്കില്ലാത്ത ക്ഷേത്രത്തിനും വ്യത്യാസമുണ്ടെന്ന്. തിരക്കുള്ളതല്ല, തിരക്കുള്ളപ്പോൾ പ്രാർത്ഥിക്കുന്നത്, തിരക്കില്ലാത്തപ്പോൾ അതേ അമ്പലത്തിൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു ശാന്തത ലഭിക്കാൻ വേണ്ടിയാണല്ലോ. ശാന്തത എന്ന് പറയുന്ന സാധനം എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാം. ശാന്തതയ്ക്കാണെങ്കിൽ അമ്പലത്തിൻ്റെ അവിടെ പോയി ദൂരെ എവിടെയെങ്കിലും മാറിയിരുന്നാൽ മതിയല്ലോ. ശാന്തത നമ്മൾ ദർശനം കണ്ട് അതിൽ നിർവൃതി അടയാൻ പറയുന്നത് നമുക്ക് ശാന്തത കണ്ടു. പക്ഷെ ആ ശാന്തതയ്ക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ജനങ്ങളുടെ ഇടയിൽ നമ്മൾ ഇടിച്ചു കയറുന്നതിനാണ് നമുക്കൂടെ കിട്ടാൻ വേണ്ടിയിട്ടില്ല. ഈ ബാക്കിയുള്ളവരുടെ പ്രാർത്ഥിക്കുമ്പോൾ തീർന്നു പോകും. അപ്പോൾ ഒരു പ്രത്യേക ഊർജ്ജം കിട്ടും, പ്രത്യേക ഊർജ്ജം നമുക്ക് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മളത് കാണിക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന നമ്മുടെ ആവേശം അതാണ്. മനസ്സിലായില്ലേ? അതിപ്പോൾ അന്നദാനത്തിൽ പോയിരുന്നാലും ആൾക്കാർ അങ്ങനെ തന്നെയാണ്. അപ്പം ദർശനത്തിൽ പോയിരുന്നാലും അങ്ങനെയാണ്. പക്ഷേ അതേ അമ്പലത്തിൽ തന്നെ ആളില്ലാത്ത സമയത്ത് നമ്മൾ പോകുന്ന ഒറ്റയ്ക്ക് അല്ലെങ്കിൽ രണ്ടുപേരും കൂടി പോയി നിന്ന് പ്രാർത്ഥിച്ചിരുന്നാലും നമുക്ക് അത്ര ഏകാഗ്രത കിട്ടത്തില്ല. നമുക്ക് കിട്ടാൻ വേണ്ടിയുള്ള ആർത്തി വിളിയാണ് അർത്ഥമുണ്ടാവും. പല മന്ത്രത്തിലും പല രീതിയിലും ശരണം വിളിയിലുമാണ് ആ ആർത്തി ഉണ്ടാകുന്നത്. ഈ അന്നദാനത്തിന് മാത്രമല്ല, കല്യാണ സദ്യക്ക് പോയാലും ഇതേ ഊർജ്ജം അവിടെ ഊർജ്ജം കിട്ടുന്നുള്ളതാണ്. ഇന്നത്തെ എൻ്റെ സംശയങ്ങൾക്കെല്ലാം ശ്രീ ദേവപുരം രാജേന്ദ്രൻ വളരെ വിശദമായി മറുപടി നൽകി. പ്രേക്ഷകർക്കും ചോദിക്കാൻ ഒരുപാട് സംശയങ്ങളുണ്ടാവും. അദ്ദേഹവുമായി നേരിട്ട് ബന്ധപ്പെടുക. അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറുകൾ താഴെ കൊടുക്കുന്നു. വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.